അധ്യായമാണ്. ആ വലീദ് ബിൻ മുഗീറയുടെ മകനാണ് ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന പിന്നീട് ഇസ്ലാമിന്റെ പടത്തലവനായി മാറിയ സഹാബി. അദ്ദേഹം നിസ്കരിക്കുമ്പോൾ ഓതിയിട്ടുണ്ടാവുക സ്വന്തം വാപ്പാനെ തന്തക്ക് മറക്കാത്തവൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ യഥാർത്ഥത്തിൽ 2 വ്ളോഗുകൾ ചെയ്തിരുന്നു ജബ്ബാറിനെ പറ്റി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ജബ്ബാർ വളരെ ശുഷ്കമായി രോഗം കൊണ്ട് ഇനി രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ് വിദേശത്ത് പോലും ചികിത്സിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി. അങ്ങനെ ലിയാഖത്ത് ഓടി വന്നു, ആരിഫ് ഓടി വന്നു, ജാമിദ ഓടി വന്നു. ഞങ്ങൾ എല്ലാവിധ ചെലവുകളും സാമ്പത്തികതയും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ചികിത്സകളൊക്കെ നടത്തി. എന്തിനേറെ പറയണം, ഏത് നിരീശ്വരവാദിയായാലും ഏത് യുക്തിവാദിയായാലും അള്ളാഹു എന്തു ചെയ്യും? മനുഷ്യർക്ക് പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല. ഇവർ പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നുമല്ല അള്ളാഹു ആളുകൾക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നതും ഈ പറയുന്ന ആരോഗ്യം കൊടുക്കുന്നതും ഈ സമ്പത്ത് കൊടുക്കുന്നതും ഒന്നും. അഥവാ നമ്മൾ വിചാരിക്കും എന്ത്, ഇത് പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇനി രക്ഷയില്ലല്ലോ എന്നല്ല നമ്മൾ പറയുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അയാളുടെ ഇബാദത്താണ്. അദ്ദുഹാഉ മഹ്ഉൽ ഇബാദ എന്നാണ് പഠിപ്പിച്ചത്. ദുഹ എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ മജ്ജയാണ്, ഇബാദത്താണ്. അതിന് അയാൾക്ക് 3 രീതിയിലാണ് അള്ളാഹു പ്രതിഫലം കൊടുക്കുക എന്ന് യാതൊരു സംശയവുമില്ലാതെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഒന്ന്, സഡൻ റിലീഫ് ആവശ്യമായ ഒരു സംഗതിയാണെങ്കിൽ ഭൂമിയിൽ തന്നെ അള്ളാഹു അവർക്ക് അതിനുള്ള പ്രത്യുത്തരം നൽകും. അതല്ല, അത് വൈകിയിട്ടാണ് കിട്ടേണ്ടതെങ്കിലോ അത് വൈകിയിട്ട് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. അതല്ല, ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പ്രാർത്ഥന ഒരിക്കലും വെറുതെയാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പ്രാർത്ഥന ഏറ്റവും സഫലവും പ്രസക്തവുമായിട്ടുള്ളതാണ്. അത് മൂന്നാമത്തെ ഈ പറയുന്ന പ്രതിഫലം കിട്ടുന്നത് ഈ പറയുന്ന ഇവിടുത്തെ മറ്റുള്ളവർക്കല്ല, അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഈ ലിയാഖത്ത് പറഞ്ഞ് നടക്കുന്നത് പോലെ അല്ല അത്. കാരണം മദർ തെരേസക്കും ഗാന്ധിജിക്കും ഒക്കെ സ്വർഗം കിട്ടുമില്ലേ എന്ന് ചോദിച്ച് നോക്കണം. ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് വെറും ജബ്ബാർ മാത്രമല്ല. ആലോചിച്ച് നോക്കണം, ജബ്ബാറിൻ്റെയും ലിയാഖത്തിൻ്റെയും ആരിഫിൻ്റെയും ജാമിദയുടെയും പണി 10, 15, 20 വ്ളോഗുകൾ ഒരു ദിവസം ഈ വീഡിയോയിൽ കുത്തിക്കയറ്റി ലക്ഷോപലക്ഷം കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആരിഫും ജാമിദയും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് എന്താണ്, ഇതിന് ആളുകളുണ്ട്. പ്രവാചകനെ നിന്ദിച്ചാൽ, അവൻ്റെ റസൂലിനെ, അവൻ്റെ വേദഗ്രന്ഥത്തെ നിന്ദിച്ചാൽ പിന്നെ ഇതിന് നിലപാടുകളും നടപടികളും എടുത്ത് രാജ്യത്ത് മുന്നോട്ട് പോവേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടമാണ്. 1.5 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളുണ്ട്. നോക്ക്, ആ മുസ്ലിമീങ്ങളെ കേട്ട നല്ല അക്ഷരപ്രാസമൊക്കെ ഉള്ള ഒരു കവിതയാണ്. ഇത് ഓതി നിസ്കരിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ മലയാളത്തിൽ ഖുർആന്റെ പരിഭാഷ വായിച്ചപ്പോഴാണ് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ ലജ്ജ തോന്നിയത്, നിസ്കരിക്കുമ്പോൾ ഇത് തോന്നിയത്. കാരണം എന്താണെന്ന് അറിയും. ആ സൂറത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അബൂലഹബിന്റെ 2 കൈകളും നശിക്കട്ടെ. സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയാണ്. ഒരിക്കലും ഭരണഘടനാ ലംഘനം എന്ന നിലയ്ക്ക് എന്താ പറയുക, നിന്ദാർഹമായ അവഹേളനം. അതാണ് പ്രവാചകനെയും ഖുർആനെയും സത്യവിശ്വാസികളെയും അവഹേളിച്ചുകൊണ്ടാണ് ആരിഫ് ദിനം പ്രതി ഈ വ്ളോഗുകൾ ചെയ്യുന്നത്, ജാമിദയും. സത്യത്തിൽ ഒരു രാജ്യത്ത്, നിലവിലുള്ള ഒരു സെക്കുലർ രാജ്യത്ത് എന്താ ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കൂ. ഇത് നിയമപരമായി വിരുദ്ധമാണ്. ഭരണഘടനയിൽ വകുപ്പുകളുണ്ട്. ഇവരുടെ ചാനലുകൾ റദ്ദാക്കാം, നിരോധിക്കാം. നിസാര പ്രശ്നങ്ങൾ പറഞ്ഞ് എത്രയെത്ര വ്ളോഗുകളാണ്. ആലോചിച്ച് നോക്കൂ ജനങ്ങളെ, നിങ്ങൾ എത്രയെത്ര വ്ളോഗുകളാണ് ഇന്ന് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ കാണുന്നില്ല. എന്താ കാരണം? VK ബൈജുവിൻ്റെ വ്ളോഗ് നമുക്ക് കാണാൻ കഴിയില്ല. ആ VK ബൈജുവിൻ്റെ പോലെയുള്ള ഈ വർഗീയ സംഘികളുടെ വ്ളോഗില്ല. എന്തിനേറെ പറഞ്ഞു, മാത്യു സാമുവലിൻ്റെ വ്ളോഗ് പോലും ആലോചിച്ച് നോക്കണം. പരാതി ചെന്ന ഉടനെ അത് പൂട്ടിക്കെട്ടി. നിങ്ങളറിയോ? എന്നിട്ട് 1.5 കോടി വരുന്ന മുസ്ലിമീങ്ങൾ ഈ കേരളത്തിലുണ്ട്. അവരുടെ ഏറ്റവും വലിയ നെഞ്ചിൻ്റെ ഭാഗമായ നെഞ്ചിൻ്റെ കൂടിൽ പ്രതിഷ്ഠിച്ച ആ പരമോന്നത ലീഡറായ അഷ്റഫുൽ ഖൽക്കിനെ ഇത്രയേറെ തെറി പറഞ്ഞിട്ട് നോക്ക്. നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കണമെന്ന് വിശ്വസിക്കുന്ന, അല്ലേ, നമ്മൾ അംഗീകരിക്കുന്ന ആ പ്രവാചകനെ ഇത്രയേറെ നിന്ദ്യമായ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ട് എന്നിട്ടും ഒരൊറ്റ മുസ്ലിമും പ്രകോപിതനായിട്ടില്ല. ഉണ്ടോ? മറ്റു സമുദായത്തിലാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഉണ്ടാകുമോ?
എന്തൊന്നിനാണ് കൊടിഞ്ഞി ഫൈസലിനെ ഇല്ലാതാക്കിയത്? എന്തൊന്നിനാണ് കാട്ടൂർ അലി മുസ്ലിയാരെ ഇല്ലാതാക്കിയത്? എന്തിനാണ് അതുപോലെയുള്ള ജുനൈദിനെ ഇല്ലാതാക്കിയത്? അതുപോലെ എത്ര കുറ്റിയാടി അബൂബക്കർ മാഷ ഇല്ലാതാക്കിയത്? ആശയപരമായിട്ട് എന്തോ മാത്രം പറഞ്ഞതിന് വേണ്ടിയാണ് അവരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയത്. ആലോചിച്ച് നോക്ക്. ഇന്നും ഇത്രയേറെ ദുഷിപ്പ് പറയുന്ന ഈ ആരിഫിന്റെ ചാനൽ പൂട്ടാൻ എന്തു പണിയാണുള്ളത്? 1.5 കോടിയുള്ള മുസ്ലിങ്ങളെ ഞാനിത് അഭ്യർത്ഥിച്ച് പറയാണ്. സഫീന ബീവി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതൊന്ന് പൊതുവ താല്പര്യ ഹർജി നൽകാമല്ലോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് വലിയ നേതൃത്വമുണ്ട് ഇല്ലേ? ശിഹാബ് തങ്ങൾ, അതാണ് മുസ്ലിം ലീഗിന്റെ വലിയ നേതൃത്വം. അതുപോലെ തന്നെ നിങ്ങൾക്ക് MLA മാര്, വിവരമുള്ളവർ, കാര്യങ്ങൾ അറിയുന്നവർ, ഇസ്ലാമിൽ ഇനി എന്താ പറയുക, സാത്താൻ സംഘടന വരെ അത്രമാത്രം ആളുകൾക്ക് എണ്ണിയാൽ തീരാത്ത ഒട്ടനേകം സംഘടനകൾ മുസ്ലിമീങ്ങൾക്കുണ്ട്. എന്നിട്ട് പോലും ആ മുസ്ലിമീങ്ങളുടെ സംഘടനയിൽ നിന്ന് ഒരാൾ പോലും ഒരു പൊതു താല്പര്യം എന്ന നിലയ്ക്ക് ആ പ്രവാചകനെതിരെ ഇത്ര നിന്ദാർഹമായ ഭരണഘടനാ വിരുദ്ധമായി നോക്കണം, നിയമവിരുദ്ധമായി വ്ളോഗുകൾ ചെയ്യുന്നു, നിങ്ങളൊരു നടപടിയെടുക്കൂ എന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? അത് കോടതിയിൽ എത്തിക്കാൻ കഴിയുന്നില്ല? ആലോചിച്ച് നോക്കൂ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുള്ളത് കൊണ്ടാണ്. അപ്പം വിചാരിക്കും നിങ്ങൾ മുട്ടാളി മനുഷ്യ, അവർ പറഞ്ഞോട്ടെ പോരാ. ആളുകളെ സംബന്ധിച്ച് ദുർബല ഈമാനുള്ളവരാണ് 90% മുസ്ലിങ്ങളും. നോക്കണം, അല്ലാഹുവിൻ്റെ റസൂല് മിറാജിന്റെ കഥ പറഞ്ഞപ്പോൾ, ഞാൻ ആകാശലോകത്ത് പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ, പ്രബോധിത കാലഘട്ടത്തിലെ ആ വിശ്വാസികളായ ദുർബല സ്വഹാബികൾ പോലും, ഈമാൻ കുറഞ്ഞവർ, ആ ഇസ്ലാം വിട്ടു പോവുകയാണ് ചെയ്തത്. ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇസ്ലാമിന് ഒന്നും ക്ഷീണം സംഭവിച്ചു എന്നല്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ദുർബല മൂമിനുകൾ തന്നെയാണ് 95%. അവർ ദീനിനെ കുറിച്ച് പഠിക്കുന്നില്ല, വിശ്വാസമില്ല, അറിവില്ല. അപ്പോൾ ജാമിദ പറയുന്നത് ശരിയല്ലേ? ലിയാഖത്ത് പറയുന്നത് ശരിയല്ലേ? ജബ്ബാർ പറയുന്നത് ശരിയല്ലേ എന്ന ഒരു ചെറിയ സംശയം കൊണ്ടുവരാനും അതുവഴി ഈ ദീനിനെ വെറുക്കാനും ഈ ദീനിനെ പരിഹസിക്കാനും കൂടുതൽ ശക്തമായി വരാനും കഴിയും. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് പരിശോധിക്കൂ മനുഷ്യരെ. ഈ 1.5 കോടി ജനങ്ങളുള്ള ഈ മുസ്ലിമിന് അൽ ഇസ്സത്തുലില്ലാഹി വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്നാണ് പറഞ്ഞത്. ആ ഇസ്സത്തുള്ള ഈ സമുദായം 1.5 കോടിയിലധികം കേരളത്തിലുണ്ടായിട്ട് പോലും രായ്ക്കുരായ്മാനം വായ്ക്കു വായ്തോരിയായിട്ട് ഈ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇങ്ങനെ നിന്ദിച്ചും പരിഹസിച്ചും അവഹേളിച്ചും അപമാനിച്ചും ദൈനംദിനം വ്ളോഗ് ചെയ്തിട്ട് ഒരു പരാതി പോലും കൊണ്ടുചെല്ലാൻ ഉമ്മത്തെ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ സമുദായത്തിൻ്റെ ലീഡർ സ്ഥാനം ഏറ്റെടുത്തിട്ട് നോക്ക്. നിങ്ങൾ വലിയ സമുദായത്തിൻ്റെ ലീഡർ പാർട്ടി ആയിട്ട് ആ ഇത്രയും നമ്മുടെ ചങ്കായ ഹൃദയത്തിൻ്റെ ഭാഗമായ കരളിൻ്റെ കഷ്ണമായ ആ പ്രവാചകനെ ഇത്രയേറെ തെറി പറഞ്ഞിട്ട് നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഏറ്റവും വലിയ ശത്രുതയുണ്ടായിരുന്ന അവിടുത്തെ അറേബ്യൻ കാലഘട്ടത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ മോശപ്പെട്ട ഒരു വൃത്തികെട്ടവനാണ്, തമ്മാടിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കൂ. ഒരു കളവ് പറഞ്ഞവനാണ്, ഒരു കൃത്രിമം ചെയ്തവനാണ്, ഒരു സ്ത്രീക്ക് ലംബടനാണ്, ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കൂ. പ്രവാചകന്റെ ജീവിതം തന്നെ 25 വയസ്സായ ഒരു അറബി പുരുഷന്റെ യോഗ്യത എന്താണ്? അവിടുന്ന് വിവാഹം ചെയ്തത് 2 ഭർത്താക്കന്മാർ മരിച്ചുപോയ ഒരു സ്ത്രീയെയാണ്. ഒരു സെക്സിന്റെ ആർത്തിയുള്ള ഒരു സ്ത്രീ ഒരു പുരുഷനായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു യഥാർത്ഥത്തിൽ സ്ത്രീ? പിന്നീട് പ്രവാചകന്റെ മറ്റു വിവാഹങ്ങളുടെ അടിസ്ഥാനമൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് അല്ലേ? അതിന്റെ സത്യാവസ്ഥ എന്താ? വെറുതെ വിവാഹം ചെയ്തതാണോ? ഈ പറയുന്ന ഇതര മതവിഭാഗങ്ങളിലുള്ള കൃഷ്ണനെയായാലും രാമനെയായാലും അതോടൊപ്പം തന്നെ ദാവീദിനെയായാലും ഉരിയോവ് എന്ന പടനായകനെ പോലും ദാവൂദ് ഇല്ലാതാക്കിയത് ഉരിയോവിന്റെ ഭാര്യയെ പ്രാപിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ഈ കാസ കൊടുത്ത കേസിനാൽ ആരിസ് മദനിയുടെ ചാനൽ പൂട്ടുകയാണ് ചെയ്തത്. കാസയുടേതല്ലേ പൂട്ടേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഈ ജബ്ബാറിന് ജീവൻ വെച്ചു. ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ഈ ഇസ്ലാമിനെ ഞാൻ ഇല്ലായ്മ ചെയ്തിട്ടേ ഇനി മടങ്ങൂ. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അവന് ചാവാൻ പോകുന്ന സമയത്ത് ആരോഗ്യം കിട്ടി. ഇപ്പോൾ അപ്പോൾ അവരെല്ലാം മറന്നു. പഴയതൊക്കെ മുസ്ലിങ്ങളെ പ്രകീർത്തിച്ചും ബഹുമാനിച്ചും സ്നേഹപൂർണ്ണമായ സമുദായമാണ്. അതൊക്കെ അവർക്ക് കിട്ടിയ വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവിടെ പ്രവാചകന്റെ കാരുണ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ആ പരമപടു ജബ്ബാർ ഇതാ ഇപ്പോൾ ശക്തിമത്തായിട്ട് ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ അവൻ ഓടി നടക്കുകയാണ്. എല്ലായിടത്തും തിരക്കുള്ള പരിപാടി ആരാ സംഘടിപ്പിക്കുന്നത്? സംഘപരിവാർ സംഘടിപ്പിക്കുന്ന സദസ്സുകൾ. അതിൽ നല്ല റീച്ചും നല്ല വ്യൂവേഴ്സും പൈസയുണ്ട്. ഈ പഹേരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ ലീഡർമാരോടാണ്. നിങ്ങൾ പള്ളി കമ്മിറ്റിയുടെ ലീഡർമാരാണ്. നിങ്ങൾ കെട്ടിടമുണ്ടാക്കുന്നു, നിങ്ങൾ മറ്റു കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്രയേറെ തെറി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പരാതി കൊടുത്ത് അതൊന്ന് പൂട്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ
പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽ-ഇസ്സത്തുലില്ലാഹി വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ളതാണെന്ന് അവസാനം പറഞ്ഞു. എന്ത് ഇസ്സത്താണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ ഉമ്മാനെയും ബാപ്പാനെയും ഇത്രയേറെ ചീത്ത പറയുന്ന ഒരാളെ നോക്കണോ, നിങ്ങൾ എത്ര കാലമാണ് സ്നേഹിച്ചു കൊണ്ടിരിക്കുക? അല്ലെങ്കിൽ കമാമിണ്ടാതെ നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകും എന്ന് വളരെ സങ്കടപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത്തരത്തിലുള്ള മതനിന്ദാപരമായ അല്ലെങ്കിൽ പ്രവാചകനെ അവഹേളിക്കുന്ന ഇത്തരത്തിലുള്ള വ്ളോഗുകൾ നിങ്ങൾ നിർത്തുന്നതിന് വേണ്ടി സമുദായമേ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള അഭിഭാഷകന്മാരില്ലേ, നമുക്ക് ഭരണഘടനയില്ലേ, നിങ്ങൾ അത് നോക്കിയിട്ട് ഇവരെ പൂട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തൂ. നിങ്ങൾ പറയുന്നുണ്ട് പലയിടത്തും ഞങ്ങൾ VK ബൈജുവിനെ പൂട്ടിച്ചു. എന്തുകൊണ്ടാണ് VK ബൈജുവിനെ പൂട്ടിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്? ഈ ആരിഫിനെയും ഈ ജാമിദയെയും ഈ ലിയാഖത്തിനെയും അല്ലേ? എന്തുകൊണ്ടെന്നാൽ ബൈജുവിൻ്റേത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ബൈജുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ബൈജുവിന് ഒരായത്തോതി ഒരു ഹദീസോതി ആളുകളെ പഴപ്പിക്കാനൊന്നും അറിയില്ല. അതോടൊപ്പം ഇവർ അടിസ്ഥാനപരമായിട്ട് ആളുകൾക്ക് മുമ്പിൽ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ വാലും തലയും നുള്ളിയിട്ടുള്ള ആയത്തുകൾ പ്രദർശിപ്പിച്ച് ഇതാ ഈ പറയുന്നത് മുഴുവനും കെട്ടുകഥയാണ്, ഈ പ്രവാചകൻ മുഴുവനും സെക്സലംബടനാണ് എന്ന് ഇങ്ങനെ ഈ സമൂഹത്തോട് ബോധ്യപ്പെടുത്തുമ്പോൾ അത് സത്യമല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലേ? 95% ആളുകളും ഈ ദുർബല വിശ്വാസമുള്ള ഈമാനുള്ള ആളുകളാണ്. അവർ ഇതിൽ നിന്ന് പുറത്തു പോകും. നോക്കണം, പുറത്തു പോയി എന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമുള്ള ഒരു മതമല്ല ഇത്. അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് വകഫാ ബില്ലാഹി ഷഹീദാ, അങ്ങേക്ക് ഞാൻ പോലെ പ്രവാചകരെ എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ആ വചനം നിർത്തുന്നത്. എന്നിരുന്നാലും നമ്മുടെ സമുദായത്തിന് ചില കടമയുണ്ട്. ആ കടമയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് ഈ വ്ളോഗ് തന്നെ ചെയ്യാൻ കാരണം. ഇത് നിങ്ങൾ ഷെയറും ലൈക്കും ചെയ്ത് നിങ്ങൾ പരമാവധി ഇത് പ്രോത്സാഹിപ്പിക്കുക. ഈ നരാധമന്മാർക്കെതിരെ എന്തു ചെയ്യാൻ കഴിയുമെന്ന് കൂടിയാലോചിക്കൂ എന്ന് അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.